ഹലോ മമ്മീസ് ആൻഡ് ബേബീസ്, ഇത് നമ്മുടെ സൺഡേ വ്ളോഗാണേ. ഇത് സൺഡേ ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതാണ്. അധികം ഞാനിത് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പകലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നല്ല ബിസി ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വൈകിട്ടൊന്ന് ഒരു ഔട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് റെഡിയാക്കി. ഞാനൊന്ന് ഇവിടെ കാർട്ടൂൺ ഇട്ട് കൊടുത്തേക്കാണ്. യൂഷ്വലി അങ്ങനെ കുറേ സമയമൊന്നും കാണിക്കാറില്ല, പക്ഷേ കുറച്ച് സമയം ഒന്ന് കാണിച്ച് അവളൊന്ന് എൻഗേജ് ആക്കിയില്ലെങ്കിൽ നമുക്കൊന്നും റെഡി ആവാൻ പറ്റത്തില്ല. അപ്പം ഞാനിങ്ങനെ കുറച്ച് നേരം കാർട്ടൂൺ ഇട്ട് കൊടുത്തു. കാർട്ടൂൺ അവൾ കാണുന്നത്. അത് കഴിഞ്ഞ് ഞാൻ റെഡിയായിട്ട് വന്നു. ഞാനും കൂടെ റെഡിയായിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോഴത്തേക്കാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കുറച്ച് കുരങ്ങുകളൊക്കെ വന്നത്. ഇവിടെ നമുക്ക് അടുത്തൊരു മലയുണ്ട്, അപ്പോൾ അവിടെ നിന്ന് ഇടയ്ക്ക് ഇങ്ങനെ കുരങ്ങ് ഇറങ്ങാറുണ്ട്. അപ്പോൾ ഞങ്ങളുള്ളതുകൊണ്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയില്ല, പേടിച്ചിട്ട് എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ ഓർത്തിട്ട്. ഇത് എന്നെയും കണ്ടാൽ കൂട്ടിലിട്ടേക്കാണല്ലോ എന്ന കമൻറ്റ് നിരോധിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങളത് ഈ കാറിൽ കയറി. കുറേ ലേറ്റായി, ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടിലും ലേറ്റായി. ഞാനും എൻ്റെ അപ്പാടെ മടിയിൽ. ഞാനു ഇതെന്താ നമ്മൾ ഏതിലാ പോന്നേ? കാറ് പറ, ടാറ്റ പറ, ബൈ ബൈ. ഞാൻ ഫ്ലൈങ് കിസ് കൊടുത്തേ. ഞാൻ അമ്മയ്ക്ക് റൂം വന്നേ. ഞാൻ കുറച്ച് പുതിയ വേർഡ്സ് പഠിച്ചേ. ഞാൻ ചീറ്റ പറ, കങ്കാരു പറ, ടൈഗർ. ടൈഗർ നമ്മൾ പഠിച്ചില്ലേ? ടൈഗർ പഠിച്ചില്ലേ? അമ്മ ഞാൻ പഠിപ്പിച്ചു തന്നില്ലേ? ഇല്ലേ? ടൈഗർ പഠിപ്പിച്ചു. ടൈഗർ പറ. ഞാനത് നിന്നൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നത്. എത്ര ഇരിക്കാൻ പറഞ്ഞാലും കേൾക്കത്തില്ല. അവൾക്ക് എങ്ങനെയെങ്കിലും ഫ്രണ്ടിൽ പോകണം. ഫ്രണ്ടിൽ അവളുടെ അപ്പാടുത്ത് പോകണം. അവിടെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് സ്റ്റിയറിങ്ങിലൊക്കെ പിടിച്ചാലേ അവൾക്ക് സമാധാനം വരും. പിന്നെ കുറച്ച് എൻ്റെ മടി ഇരുന്നു വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തൊപ്പി, ഷൂസ്, സോക്സ് എല്ലാം ഊരി വെച്ചിട്ട് കിടന്നുറങ്ങി. ഇനി കുറച്ച് നേരം കിടന്നുറങ്ങും. അപ്പോഴത്തേക്കും ഞങ്ങൾ ഏകദേശം എത്താറായി. ഞങ്ങൾ പിന്നെ ലുലുവിലോട്ട് പോയത്. അവിടെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര തിരക്കൊക്കെ ആയിട്ട്, സൺഡേ ആയിരുന്നു, ഭയങ്കര തിരക്കൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അതിങ്ങനെ ഒരു പിസ്സ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഡൊമിനോസിലോട്ട് പോവുകയാണ്. എൻ്റെ പല വീഡിയോസ് കാണുമ്പോഴത്തേക്കും എല്ലാവരും ഓർക്കും ഞാനുമാണ് ഭയങ്കര കമ്പനിന്ന്. പക്ഷേ അല്ല, ഞാൻ എക്സ്ക്ലൂസീവ്ലി ഡാഡ്സ് ഗേളാണ്. എൻ്റെ അപ്പായിട്ടാണ് ഭയങ്കര കമ്പനി. അതെ, സല്ലുൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. പിന്നെ ഞങ്ങളൊരു പിസ്സ ഓർഡർ ചെയ്തു, ചിക്കൻ പിസ്സ ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞ് എന്നും അവിടെ കിടന്ന് ഫുൾ ഓട്ടമായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കുന്നു എത്രയും വേഗം പിസ്സ വന്ന് കഴിച്ചിട്ടങ്ങ് വീട്ടിൽ പോകുമായിരുന്നു. അവളൊട്ടും മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയും ബഹളമൊക്കെ ആയിട്ട്. പിന്നെ ഇത് അങ്ങോട്ടൊക്കെ ഓടി. അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ അവളെ നോക്കുവാണ്. അവൾ അങ്ങനെ കിടന്ന് ഓടുമായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് ഞാൻ അവളെ അപ്പം എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിൽക്കുകയാണ്, കൗണ്ടറിൻ്റെ അവിടെ നിൽക്കുവാണ്. അവിടെ സ്ക്രീനിൽ നമ്മൾ ഓർഡർ റെഡി ആകുമ്പോഴത്തേക്കും വരുമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കി നിൽക്കുവാണ്. അപ്പോൾ ഞങ്ങൾ ഓർഡർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പിസ്സ കിട്ടി. ചിക്കൻ പിസ്സ ആണ് കേട്ടോ. വെയിറ്റ്, ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ചിക്കൻ ടോപ്പിങ്സ് കൊടുക്കുന്നുണ്ട്. അല്ലാണ്ട് പീച്ചൊന്നും അവൾക്ക് കൊടുത്തിട്ടില്ല. ഹെൽത്തി അല്ലല്ലോ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇത് ഞാനൊരു 6 months എന്തോ ഉള്ള സമയത്ത് ഡൊമിനോസിൽ പോയ ഒരു വീഡിയോ ആണ്. അപ്പം ഞങ്ങളിങ്ങനെ പറയുന്നത് എത്ര പെട്ടെന്ന് ആ സമയം പോകുന്നത്. അന്ന് ഞാൻ കുഞ്ഞായിരുന്നു, ഒന്നും കഴിക്കാറായിട്ടില്ല, അങ്ങനെ ഓടത്തില്ല, കയ്യിൽ തന്നെ ഇരിക്കും. ഇപ്പോൾ ഇതേ എത്ര മാറി, ഞാനിപ്പോൾ ഓടിച്ചാടി നടക്കുവാണ്. അപ്പം ഞങ്ങളിങ്ങനെ പഴയ മെമ്മറീസൊക്കെ ചെറിശായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയപ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ സൺഡേ വിശേഷം. അപ്പോൾ ടാറ്റാ, ബൈ.